നമസ്കാരം. എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ചാലക്കുടിയിലുള്ള ഒരു കൗതുക പാർക്കാണ്. കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ അതിരപ്പള്ളി റോഡ് തുടങ്ങുന്ന ഏതാണ്ട് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് പനമ്പള്ളി നഗർ കോളേജിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന വഴിയിൽ പോയാൽ ഏതാണ്ട് ഒരു 500 മീറ്റർ പോയാലാണ് സ്ഥിതി ചെയ്യുന്നത്. വർക്കിച്ചേട്ടൻ്റെയാണ് ഈ കൗതുക പാർക്ക്. നമുക്ക് ആദ്യമായിട്ട് വർക്കിച്ചേട്ടൻ എന്ന് പരിചയപ്പെടാം. ഇതാണ് വർക്കിച്ചേട്ടൻ്റെതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാമോ ഇതിനെപ്പറ്റി? ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ധാരാളം സംസാരിക്കാനുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് സംസാരിച്ച വീഡിയോകൾ വൈറലായി ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ പേര് വർക്കിവിള. ഇത് നമ്മുടെ വീടിനോടനുബന്ധിച്ച 1 ഏക്കർ സ്ഥലം പൂർവിക സ്വത്തായിട്ട് എനിക്ക് തന്നതിൽ കൃഷിനെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് ഇതിനെ കൺസർവേഷൻ്റെ മറ്റൊരു പ്രോജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു കഴിഞ്ഞ 23 വർഷമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, ഗൈഡൻസ്, മാർക്കറ്റിംഗ്, എവറിത്തിങ് ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. ജീവജാലങ്ങളെ കാട്ടിലെ പോലെ അഴിച്ചുവിട്ട് അവരുടെ സ്വതന്ത്ര വിഹാരത്തിന് അനുവദിക്കേണ്ട ആവശ്യമില്ല. അയ്യോ സോറി, ആ വാക്ക് ഉപയോഗിച്ച് തന്നെ തെറ്റാണ്. കാരണം തടസ്സപ്പെടുത്താതിരിക്കുക, അവരുടെ അവകാശം തടസ്സപ്പെടുത്താതിരിക്കുക. അപ്പോൾ അവരെല്ലാവരെയും അഴിച്ചു വിട്ടിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ്. പിന്നെ ഇപ്പം ചിവീടിൻ്റെ കരച്ചിൽ കേട്ടോ. അപ്പോൾ ഈ ചിവീടുകളുടെ കരച്ചിൽ കേൾക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം, മനുഷ്യൻ തീർത്ത ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി ചേർന്ന് അവർ ഇഷ്ടപ്പെട്ട് കുടികൊള്ളുകയാണ് ഇവിടെ. അപ്പോൾ പലതരത്തിലുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ജീവജാലങ്ങൾ ഇവിടെ പുറത്തുനിന്ന് വരുന്നു. അവരിവിടെ നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങളോടൊപ്പം ആസ്വദിക്കുന്നു, ജീവിക്കുന്നു. പിന്നെ ഇതിൽ കുറേ സബ്ജക്റ്റുകൾ എൻ്റെ ഈ 23 വർഷ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് ഉൾച്ചേർക്കാൻ സാധിച്ചു. കൾച്ചർ, നേച്ചർ, ആർട്ട്, അഗ്രികൾച്ചർ, പോയട്രി, സയൻസ്, ടെക്നോളജി, എൻവയോൺമെൻറ്റ്, ഇൻഫർമേറ്റീവ് ടൂറിസം, സുവോളജി, ബോട്ടണി, ഇക്കോളജി, ഇത്തോളജി, എക്സെട്ര. അപ്പോൾ നിലവിലുള്ള മനുഷ്യവർഗത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്ന് ചെറിയ വ്യത്യാസം എനിക്കുണ്ട്. അത് ഇതിൻ്റെ യുണീക്ക്നെസ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. അപ്പോൾ ഒത്തിരി പ്രത്യേകതകളുള്ള എൻ്റെ മനസ്സ് എന്താണോ കൊതിക്കണേ ഞാൻ ചെയ്തിരിക്കുന്നതും അതേപോലെ തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ ധാരാളം പേർക്ക് ഈ കാര്യത്തോട് വളരെയധികം താല്പര്യം തോന്നി. എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ വരുന്ന ആളിലും എൻ്റെ കൊക്കിൽ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഞാനിതിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പ്രത്യേക നവ സംരംഭത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മേൽ സൂചിപ്പിച്ച സബ്ജക്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി 10-30ഓളം അംഗീകാരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേറിട്ട പാതയിലൂടെ യുണീക്കായിട്ട് ജീവിച്ച് ഈ സമൂഹത്തിന് മാതൃകാപരമായ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് ഈ സമൂഹത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് ആ സർട്ടിഫിക്കറ്റുകൾ തെളിയിക്കുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ നാളുകളെ മാനിക്കുക. ആവർത്തന പാതയിലൂടെ നമ്മൾ വളർന്നു വന്നവരാണ്. അതിനെ ആദരിച്ചുകൊണ്ട് ആവർത്തന പാതയിൽ നിന്ന് വ്യത്യസ്ത പാതയിലേക്ക്, അല്ലെങ്കിൽ ഒരു ബീറ്റൺ ട്രാക്കിൽ നിന്ന് ഇന്നോവേറ്റീവ് ട്രാക്കിലേക്ക് കയറി ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ അത് അവിസ്മരണീയമാണ്, അതിശയോക്തി പകരുന്നതാണ്. അപ്പം നിങ്ങളെയും എൻ്റെ പോലുള്ള കാഴ്ചപ്പാടിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. വാക്കുകൾ കേട്ടല്ലോ. ഇനി നമുക്ക് ഈ പാർക്കിനകത്തേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് ഒരു മരം. ആ മരത്തിന് താഴേക്ക് ഒരു വേര് മാത്രമുള്ളൂ. ആ കൈ പിടിച്ച് നിൽക്കുന്ന ഒരു അടയ്ക്കാമരത്തിന്റെ കനമുള്ള ഒരു വേര് മാത്രമാണുള്ളത്. മറ്റേ വീടിന്റെ തൂണ് തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വേറെ താഴേക്ക് തടിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു മരമാണ്. ഒറ്റ വേരിലായിട്ട് തീർത്തിരിക്കുന്ന ഒരു മരമാണ്. അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് വായിക്കാം. എന്താണ് മരമെന്നും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ കാണുന്ന കുറിപ്പിനകത്തുണ്ട്. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് വായിക്കാം. പിന്നെ നമ്മള് പിന്നെ കൂടുതലത്തെ ജീവജാലങ്ങളൊക്കെ ഇതുപോലെ അങ്ങനെ ഫ്രീ ആയിട്ട് അഴിച്ചു വിട്ടേക്കാം. അപ്പൊ ഇവരൊക്കെ അങ്ങനെ പുറത്താണ്, അവര് രാത്രി മാത്രമേ കയറുള്ളൂ. പക്ഷെ ആരും ഉപദ്രവിക്കൊന്നുമില്ല, ആരും കണ്ടു പേടിക്കണ്ട.
പിന്നെ കുളങ്ങളുടെ മേലേക്ക് നമ്മൾ പാലങ്ങൾ ഇട്ടുണ്ട്. അപ്പോൾ ഏത് പാലങ്ങൾ കണ്ടാലും അതിൻ്റെ മീതെ കൂടെ നമുക്ക് നടക്കാനുള്ളതാണ്. താഴേക്കൊക്കെ നോക്കുമ്പോൾ മത്സ്യങ്ങളായിരിക്കും. ഏത് ഗുഹകൾ കണ്ടാലും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാനുള്ള ഗുഹകളിലൊക്കെ ലൈറ്റിൻ്റെ പേടിക്കാനൊന്നുമില്ല. കോണികൾ കാണുന്നതൊക്കെ ഏറുമാടത്തിൻ്റെ മുകളിലേക്കുള്ളതാണ്, അതിൻ്റെ മുകളിൽ കയറാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന എല്ലാ സാധനങ്ങളുടെ ഉള്ളിൽ കൂടെ മുകളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങാനുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു മരത്തിൻ്റെ വേരുകൾ കൊണ്ട് തന്നെ 2 സ്റ്റെപ്പ് ഏറുമാടം വേര് കൊണ്ട് കോണിയില്ല, അതിൻ്റെ മുകളിലൊക്കെ കയറാനും മതില്ല. എല്ലാ സാധനങ്ങളുടെ ഉള്ളിൽ കൂടെ മുകളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങാം. പിന്നെ നമ്മുടെ നന്നങ്ങാടി, മുനിയറ, കൊടുക്കല്ല, അങ്ങനത്തെ പഴയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അതാത് സ്ഥലത്ത് ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 5.25 അടി 3 അടി മറ്റുള്ള ആരാപ്പായി, മാരികേറ്റർ, അങ്ങനത്തെ ഫിഷുകൾ കിടപ്പുണ്ട്. അവിടെയൊക്കെ ബോർഡുകളുണ്ട്. എല്ലാ സ്ഥലത്തും അതാത് സ്ഥലത്ത് ബോർഡുകളുണ്ട്. അപ്പോൾ ബോർഡുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ കാണുന്ന ആർച്ചില്ലേ, ആ ആർച്ചിൻ്റെ ഉള്ളിൽ കൂടെ കീഴോട്ടേക്ക് ഇറങ്ങാം. എന്നിട്ട് ആ പാലത്തിൻ്റെ കൂടെ ഇറങ്ങിയിട്ട് ആ ഗുഹയെ കൂടെ ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് കയറും. എന്നിട്ട് അങ്ങനെയൊക്കെ ഇറങ്ങി അറ്റത്തേക്ക് പോകും. എന്നിട്ട് അങ്ങനെ ഇതിനെ കൊണ്ടുവന്ന് പേടിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നില്ല അന്ന് രാത്രി. എങ്ങനെയാണ് എൻ്റെ വിളിക്കുന്നത് വീണം പോയാലേ പാലത്തിൽ കൂടെ അപ്പുറത്ത് പാലത്തോട്ടാണ് കടിയിൽ. ഇതാണ് മീനെ വളർത്തുന്നതാണ്. അറിയിക്കോ, ചവിട്ടി വീഴാണ്ട്. സൗണ്ട് കേൾക്കും. ഈ സൗണ്ടാണ് പിടിക്കേണ്ടത്. ഇതൊരു ചെറിയ കിണറാണ്. ഇതിനകത്ത് താഴെ നിങ്ങൾക്ക് കാണാം മീനുകളാണ്. ഇതിന് കുറുകെയിട്ടിരിക്കുന്ന പൈപ്പ് കൊണ്ടുള്ള ഒരു പാലമാണ്. പാലം കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു ഗുഹയാണ്, ഒരു കേവ്. അതിന് പേര് കൊടുത്തിട്ടുണ്ട് പൊണ്ടി യാക് കേവ്. നമുക്ക് ആ ഗുഹയിലേക്കൊന്ന് കിടന്നു നോക്കാം. ഇവിടെ പിടിച്ചിട്ട് പറക്കുന്നുണ്ട് ചേട്ടാ. സാധനം പറന്നേ. അവിടെ വവ്വാലൊക്കെ പറക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില്. വിട്ടുണ്ടെങ്കിൽ പേടിച്ചു പോകും. ഏതാണ്ട് 5.5 നമ്മൾ ആദ്യത്തെ ആയതുകൊണ്ട് 5.5 അടി ഹൈറ്റ് ഉള്ളതാണ്. എന്റെ തലയിൽ തട്ടിയിട്ടാണ് ഒരു വവ്വാല് പറന്നത്. തൂങ്ങി കിടക്കണ്ടായിരുന്നു. ഗുഹയുടെ ഉള്ളിലൊക്കെ വവ്വാല് ആണ് എടുക്കുന്നുണ്ട്. ഇവിടെ മീനുകള് ഗുഹയിൽ നമ്മൾ പുറത്തു വന്നു. നല്ല തെളിഞ്ഞ വെള്ളമുള്ളൊരു ചെറിയ കിണറാണ്. ഇതിനകത്ത് മീൻ കാണും. ഇതിനകത്ത് മുകളിലും നിങ്ങൾക്കിങ്ങനെ പാലം കാണും. ഇവിടുന്ന് ചെറിയ കല്ലുകൾ കൂടി നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ ഒരു മൊയിലുകളുണ്ട്. എല്ലാ മൊയിലുകളൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. പ്രാവുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. ഡാടാ ഒരു പ്രാവുണ്ട്. എല്ലാവരും ഫ്രണ്ട്സാണ്. ഒരാളിത് പുറത്തേക്ക് ഇറങ്ങി ഓടി. എല്ലാം തുറന്നു വിട്ടിരിക്കുകയാണ്.
അവിടെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടാളിങ്ങനെ ഈ ഊഞ്ഞാലിലിരുന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എല്ലാവരും വരിവരിയായിട്ട് അവിടേക്ക് പോകുന്നത്? ആ ആ ആ നോക്കാണ്. കൊത്തുവന്നോ? കയ്യൊന്ന് കാണിക്കാൻ. ശരിക്കും ഈ വീഡിയോയില് നായ്ക്ക് പകരം പുറത്തുനിന്ന് ഭയങ്കര എന്താണ് എന്താ പറയുക, കാവലിരിക്കുന്ന നല്ല മിടുക്കന്മാരാ. കുഞ്ഞു നല്ല കുഞ്ഞുമാവയാണ്. ഒരാള് കുഞ്ഞാവ. 3 വലിയ ആളുടെ കൂടെ ഒരു കുട്ടി എല്ലാം പഠിക്കാനായിട്ട് നടക്കുകയാണ്. കുഞ്ഞു നമ്മൾ ഈ കാലത്ത് പോലെ അല്ലെങ്കിൽ വന്നേ എല്ലാവരും പോലെയാണ്. നമ്മൾ ഈ ഗുഹയിൽ വന്നത്. ഗുഹക്കൂടെ വന്നു. ഈ പാലത്തുമ്പോൾ കൂടെ ഇനി അപ്പുറത്തേക്ക് കിടക്കണം. പുരാതന കാലത്തൊക്കെ മനുഷ്യർ ഒരുപാട് കാലത്ത് ജീവിച്ചിരിക്കും. അല്ലെങ്കിൽ അവശയൊക്കെ വന്നു കഴിഞ്ഞാൽ മരിച്ചവരെയൊക്കെ പണ്ട് ജാറുകളിലൊക്കെ അടച്ചു വെക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജാറുകളുടെ ഒരു രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. നന്നങ്ങാടികൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടയിരിക്കാന്ന് എന്താണ് അടയിരിപ്പാണോ?
ഇവിടെ കാണുന്നതാണ് സഞ്ചരിക്കുന്ന ചെടി എന്ന് പറയുന്നത്. സഞ്ചരിക്കുന്ന ചെടി എന്ന് പറയുന്നത് ഈ ചെടിക്ക് ഇവിടെ ഒരു തൂണ് ആണ്, കൽത്തൂണ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എടുത്ത് കളയാം. അതിനെ തട്ടിക്കളഞ്ഞാൽ ബാക്കി കാണുന്നതെല്ലാം ഇതിൻ്റെ വേരുകളാണ്. 16 വേരുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ വേരുകളുണ്ട്. മെയിനായിട്ട് 4 വേര് 4 സൈഡിലേക്കുള്ളത് ആണ് സഞ്ചരിക്കുന്ന ചെടി എന്ന് പറയുന്നത്. ഇതൊരു കാടിൻ്റെ അതും അങ്ങനത്തെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ട്രീ ഹൗസ് ശരിക്കും ട്രീ തന്നെയാണ്. ഇത് വനത്തിൻ്റെ അന്തരീക്ഷം മാത്രം, ഒരു വനത്തിൻ്റെ അന്തരീക്ഷം പോലെ തന്നെയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ബാമ്പുകളിൽ ഒരു ബാമ്പു ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. അതിൽ നിന്ന് വീണ്ടും ഇവിടെ മുളച്ചെടുത്ത് വരുന്നു. ബാമ്പുവിൻ്റെ അല്ലേ, ക്ലൈംബർ ബാമ്പു. ഗിന്നസ് റെക്കോർഡൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി പിടിച്ചോളാം. ഇല്ല എല്ലാവരും എനിക്കോ ഇവിടേക്ക് തിരിച്ചു വരാം. കൂട്ടിലേക്ക് കയറാനുള്ള വഴി നോക്കാണ്. അതിൻ്റെ മുകളിൽ കയറാൻ ചേട്ടാ. എന്താണെന്നറിയാത്തോണ്ട് ഇങ്ങനത്തെ മാർക്കാണ്. ഊഞ്ഞാല് പിടിക്കും.
സൈഡിൽ കൂടെ ഇറങ്ങാം. എടുക്കണം നോക്കട്ടെ. ഇത് നമ്മൾ അവിടുന്ന് കയറി വന്ന ഗുഹയുടെ മോൾഭാഗമാണ്. ഇവിടെ അരാപ്പയമ എന്ന് പറയുന്ന 6 അടി നീളമുള്ളൊരു മീനാണ്. അറ്റാക്കിംഗ് അലിഗേറ്റർ ഫിഷ് എന്ന് വേണ്ട, ഇത് വേണ്ട. ഈശ്വര, അറ്റാക്കിംഗ് അലിഗേറ്റർ ഫിഷാണ്. എന്നാൽ പിന്നെ അടുത്ത് ദൂരേക്ക് പോകണ്ട, ദൂരെ നിന്നാണ്. ഡോണ്ട് സ്ട്രെച്ച് ഹാൻഡ്സ് ഓൺവേർഡ് ദ വാട്ടർ. ബോഡി മുകളിലേക്ക് വന്നാൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. ഇതിനെ കണ്ടില്ല, വെള്ളത്തിന്റെ തൊട്ട് മുകളിലെത്തിയാൽ ചിലപ്പോഴേ അറ്റാക്ക് ചെയ്യും. ആളെ കണ്ടപ്പോ അത് കണ്ടു, അവിടെയൊക്കെ കണ്ടു. മുനിയറയാണിത്. അത് കണ്ടു, അപ്പുറത്തൂടെ വന്ന കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നില്ല. ശിലായുഗത്തെ മുനിയറ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ മുകളിലൊക്കെ എത്തിയ സ്ഥലത്ത് കസേരയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറാം, മുനിയറന്ന് കാണാം. അത് ഇപ്പുറത്തൂടെ വരാം. എൻ്റെ മുകളിൽ കയറണമെങ്കിൽ ഇതൊരു ഗുഹ എങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ആ
കയറുക. പഴയ പഴയ സാധനങ്ങൾ ചേട്ടൻ അറിയാമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി. അല്ലേ? പറ, പെട്ടി, എണ്ണപ്പുഴ പറ, ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. പഴയൊരു പെട്ടി, ഇതാ ഉണ്ട് ഒരു ആയുധം. ഈ ആയുധം ഇത് ഇത് പിന്നെ വിളക്ക് റാമ്പല്. ഇവിടെ ഒരു സാധനമുണ്ട്, റാന്തൽ വിളക്ക്. ഇതൊക്കെ എന്താണാവോ? അടപലകയോ അടപലകയോ ഒരു സാധനം ഉണ്ടല്ലോ. തന്നെ മറന്ന് തന്നെ പറഞ്ഞു. നമുക്ക് താഴത്തേക്ക് പോവാം. ഈ കോണ് വഴി മുകളിലേക്ക് കയറാം. ഇവിടെ സ്റ്റെപ്പില്ലേ? അത് ഇതിന്റെ മുകളിൽ കാണാൻ പറ്റില്ല. ഇവിടെ ഉണ്ട് ഒരു സൈഡ് സ്റ്റാൻഡിങ് ഇതും കാണാം. അപ്പുറത്ത് വലുത് വലിയ ആളാ. നല്ല നേരത്തെ ഇവിടെ ഇങ്ങനെ നിന്നത് ആമസോൺ, അമേരിക്കൻ ആമസോൺ റിവർ ഫിഷ്. നമ്മൾ കാണുന്നതല്ലേ? എന്നെ മുകളിൽ കയറിയതാ. ഊഞ്ഞാലുമ്പോ ആരും ഇല്ല, അതുകൊണ്ട് ഒരു കൂവലായി. ഞാൻ പൊട്ടി കിടക്കാൻ തന്നാൽ മതി. പിടിക്കാതെ ഇത് പിടിക്കാൻ ഒരു പേടിയില്ല. ഇതിന് പിന്നിൽ നിൽക്കും, പേടിയില്ല. ഉണ്ട് എന്നോട് അനുബന്ധിച്ച് നോക്കാൻ പറ്റും. അതിനും പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വെൽക്കം ടു ട്രീ ഹട്ട്. ട്രീ ഹട്ട് കയറാൻ നിർത്തില്ല, കോണിയ സ്റ്റെപ്പൽ. ജബലൗറ കേവ്, നോ എൻട്രി. സാങ്ച്വറി ഓഫ് ബാറ്റ്സ് നന്നായി. നേരത്തെ വന്നപ്പോഴേ കാര്യം കൂടെ ഇതാ പറഞ്ഞത്. നമുക്ക് മുതല അലിഗേറ്റർ ഫിഷ് ഗുഹയിലേക്ക് കയറാൻ പറ്റില്ല. സാങ്ച്വറി ഓഫ് ബാറ്റ്സാണ്. അതിലേക്ക് വലിയ പ്രശ്നമായിരിക്കും.
നിറയെ ഇതായിരിക്കും വവ്വാലുകൾ. ഒരാളുണ്ട്. ഇവിടെ ഒരു ഗുഹയുണ്ട്. പക്ഷെ അതിലും വവ്വാലാണോ എന്തോ. നമ്മളിതിൽ കൂടെ വന്നേ അല്ല, വെള്ളം അതിൻ്റെ കൂടെ വെള്ളം ഒഴിക്കും. ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥ ജബൽ ഖൊറാവേക്ക് വന്നാൽ തിരിച്ചു പോകണ്ട പറയും. കേട്ടോ ഒരു കെയ്യുണ്ട്. കെയ്യും അതിലെ പുറത്ത് വരും അല്ലേ. ഒരു കിണറിൻ്റെ മുകളിലായിട്ടൊരു മരം വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വേരുകൾ മാത്രമാണ് കിണറിൻ്റെ ചുറ്റുമായിട്ടുള്ളത്. Venereal plant variation on its network of roots over the water body. An innovative mode of afforestation. ആ കുടുക്ക മന്ദിരം. ഇതിലെ വന്നില്ലേ നമ്മൾ, ഇതിനങ്ങനെ ഇറങ്ങിപ്പോയി. ഇതിന്റെ മുകളിൽ ഇതിലെ കുട്ടിക്ക് ഇതിൻ്റെ വേരുകൾ ഉണ്ടോ നിറച്ച്. അപ്പോൾ ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. കൗതുക പാർക്ക് ചാലക്കുടിയിലുള്ളത്. കൗതുക പാർക്കിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.